to my first long video on YouTube channel. അപ്പോൾ ഗൈസ് ഫസ്റ്റ് വീഡിയോ ആണ്. ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി. ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല. നമ്മളെ പണ്ടത്തെ അക്കൗണ്ടാണ്. നമ്മൾ റിക്കവർ ചെയ്ത് നമ്മൾ ഷോർട്സുകൾ ഇത്ര കാലം ഇട്ടിട്ട് അതിൽ ആകെ ഒന്ന് ഇറ്റായിട്ടുള്ളൂ. ഞാൻ വലിയ ആളൊന്നും ആയിട്ടില്ല. അത് ഇറ്റാകാൻ കാരണം സംഭവം കഥ എന്താ വെച്ചാൽ നമ്മൾ ചെറുക്കന്മാരൊക്കെ പാടെ കൂടി നമ്മൾ ലേസ് വാങ്ങി. ലേസ് അല്ല, പാസ്ത, ജോജോ പാസ്ത പേരെടുത്ത് പറയണം. ജോജോ പാസ്ത വാങ്ങി നമ്മൾ ചതിച്ച സാധനം. അതിലാകെ കിട്ടിയ ചിലവർക്ക് ഒരു 3-4 വാങ്ങി ഞങ്ങൾ. ഒന്നിൽ ആകെ കെച്ചപ്പ് മാത്രം, ഒന്നിൽ കെച്ചപ്പില്ല 3 പീസ് മാത്രം. അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അങ്ങനെ സംഭവം കഥ അതാണ്. അപ്പോൾ നമ്മൾ ഒന്നുകൂടി വാങ്ങിയിട്ട് നമ്മൾ റീലാക്കി. അത് സംഭവം ഹിറ്റാവും ചെയ്തു. ആ റീല് മാത്രം നമ്മൾ ഹിറ്റായിട്ട് യൂട്യൂബിലായിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ, ഫേസ്ബുക്കിലായിക്കോട്ടെ എല്ലാത്തിനും ഹിറ്റായി. സംഭവം തിളങ്ങിക്കണം എന്താണേലും. എന്നിട്ട് നമ്മൾ എന്താട്ടി, നമ്മളെ കമൻറ്റിൽ വന്നിട്ട് എല്ലാവരും പറഞ്ഞു നിങ്ങൾ പോയി കസ്റ്റമർ കെയറിൽ പോയി കേസ് കൊടുക്കി. എന്ത് കസ്റ്റമർ കെയർ, നമുക്ക് എന്ത് കസ്റ്റമർ, നമ്മളെ വിളിച്ചിട്ട് ഭയങ്കര ഹിന്ദി ഇംഗ്ലീഷൊക്കെ നമുക്കറിയോ. ഇംഗ്ലീഷൊക്കെ നമ്മൾ എങ്ങനെയും പിടിച്ചിക്കുക, ഭയങ്കര ഹിന്ദി. അപ്പോൾ പിന്നെ കസ്റ്റമർ കെയറും ഇതൊന്നും വേണ്ടായിരുത്തി. 5 രൂപയും 10 രൂപയൊക്കെ അല്ലേ, നമുക്ക് വിഷയമല്ലല്ലോ അത്. അപ്പോൾ നമ്മൾ അത് പോയി ചെയ്തു. എന്നിട്ട് പതുക്കെ സ്കിപ്പ് അടിച്ച് പോന്നു, കേസൊന്നും ഇല്ലാതാക്കി. എന്തായാലും ജോജോ പാസ്ത മെൻഷൻ ചെയ്യാതിട്ട് എന്ത് ജോജോ പാസ്ത, ഇങ്ങനെ കമ്പനിയെ ആ ഒൽക്കുണ്ടോ അറിയില്ല. അപ്പോൾ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. നമ്മൾ ലോങ് അറിയാനൊന്നുമില്ല, 2 മിനിറ്റ് മാത്രം. നമ്മൾ ചലഞ്ച് ഔട്ടൊക്കെ ഇനി വരുന്നതാണ്. അപ്പോൾ നമ്മൾ യൂട്യൂബ് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും ഏതെങ്കിലും ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളി. നമുക്ക് ചലഞ്ച് ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടും. ഞാൻ ചലഞ്ചായിട്ട് എന്താ എവിടെയാണെന്നൊക്കെ നമ്മൾ ഒരു വീഡിയോ ആയിട്ട് വരും. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്ത് വെച്ചോളൂ. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് ഫോളോ ചെയ്ത് വെച്ചോളി. സെയിം നെയിം തന്നെയാണ് എംബാർഷത്. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഫോളോ ചെയ്ത് വെച്ചോളൂ. ബൈ.